Hello guys, welcome back to my YouTube channel. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് എന്തെന്ന് വെച്ചാൽ ഒരു ഈദ് ഷോപ്പിംഗ് വ്ളോഗാണ്. ഷോപ്പിംഗ് ഒന്നുമല്ല, ഈദിന് വേണ്ടിയിട്ട് ചുമ്മാ ഡ്രസ്സ് എടുക്കാൻ പോകുന്ന ഒരു വ്ളോഗാണ്. അപ്പോൾ വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ ഇന്നലെയാണ് ഗൈസ് നാട്ടിലോട്ട് വന്നത്. ഇന്നലെ നാട്ടിൽ വന്ന ഷോർട്സ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ പോയി എന്തായാലും കണ്ടു നോക്കണം. ആൻഡ് അപ്പം ഇന്നലെ വന്നിട്ട് ഫുൾ ഉറക്കമൊക്കെ ആയിരുന്നു, ക്ഷീണമായിരുന്നു. പിന്നെ നമ്മുടെ നോമ്പ് തുറ കാര്യങ്ങളൊക്കെ ആയിരുന്നു. ആൻഡ് ഇന്നാണ് ഒന്ന് ഓണായി വന്നത്. അപ്പോൾ വിചാരിച്ച് ഇന്നങ്ങ് പോവാമെന്ന്. പിന്നെ ഇവിടെ ഇനി ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാനും ഉമ്മയേ ഉള്ളൂ. ബാക്കി എൻ്റെ 2 അനിയന്മാർ അവരൊക്കെ പോയി എല്ലാം കഴിഞ്ഞിട്ടൊക്കെ ഇരിക്കും, അവരുടെയൊക്കെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ്. അപ്പം എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തത് ഉമ്മയും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്ന് ഞാനും ഉമ്മയും കൂടി അതിനായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇന്ന് നമുക്കിനി പോയിട്ട് ഡ്രസ്സൊക്കെ എടുക്കാം. ഇവന്മാരുടെയൊക്കെ ഓൾറെഡി ഇതൊക്കെ പരിപാടികളൊക്കെ കഴിഞ്ഞുകൊണ്ട് ഇന്ന് ഞാനും ഉമ്മയും കൂടി ഇപ്പോൾ പോകാൻ വേണ്ടിയിട്ട് പോവാണ്. ഉമ്മ ഓൾറെഡി വണ്ടിയൊക്കെ എടുത്ത് ഇടാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഉമ്മ ഇപ്പോൾ വണ്ടി എടുത്തിട്ട് ഇനി ഞാനാണ് ഡ്രൈവ് ചെയ്യുന്നത്, അതാണ് മെയിൻ കാര്യം. അപ്പോൾ ഇനി നമുക്ക് പോയിട്ടുള്ള വിശേഷങ്ങൾ കാണാം. ഞങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കരുനാഗപ്പള്ളിയിലുള്ള സുറുമ ബൊട്ടീക്കിലോട്ടാണ്. അപ്പോൾ അത് കഴിഞ്ഞ ഇതിനും അതിന് മുമ്പത്തെ ഇതിനും ഒക്കെ നമ്മൾ അവിടെ നിന്നാണ് എൻ്റെ ചുരിദാറും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. പക്ഷേ ഈ വട്ടം അവരവരുടെ ഷോപ്പ് റിനോവേറ്റ് ചെയ്ത് നല്ല അടിപൊളി ആക്കിയിട്ടുണ്ട്. ഉമ്മ ഹോൺ അടിക്കുന്നത്, അപ്പോൾ റിനോവേറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിന് ശേഷം ആദ്യമായിട്ടാണ് ഇപ്പോൾ അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ പോയിട്ടുള്ള വിശേഷങ്ങൾ നമുക്കിപ്പോൾ പോയിട്ട് കാണാം. ഉമ്മ ഹോൺ അടിക്കുന്നത്, ഇനി ഒരുപാട് ഹോൺ അടിച്ച സീനാണ്. അപ്പോൾ നമുക്ക് പോയിട്ട് കാണാം. ഗൈസ്, ഉമ്മയുടെ മട്ടും പാവമൊക്കെ കണ്ടിട്ട് എനിക്ക് വണ്ടി ഓടിക്കാൻ ഉമ്മ മിക്കവാറും പറയും ലേറ്റായി ഓടിക്കണ്ടാന്ന്. പക്ഷെ നമുക്ക് ചോദിച്ചു നോക്കാം. തുറക്ക്, അപ്പുറത്തോട്ടിരിക്കും. അത് ഉമ്മ ഓടിക്കുന്ന. അപ്പൊ ഉമ്മി പോയാലോ? എന്റെ വണ്ടി ഓടിക്കുന്നതിനെ പറ്റി 2 വാക്ക് വേണമെങ്കിൽ പറഞ്ഞു. ഭീഷണിപ്പെടുത്തി പറഞ്ഞ പോലെ പറയാം, നല്ലപോലെ പറ. നല്ലതുപോലെ ഓടിക്കും. സോഷ്യലായിട്ട് സാവധാനമായിട്ട് ഹെൽപ്പ് നമുക്ക് പോയിട്ട് വരാം. സോഫ്റ്റായിട്ട് പറ. ഗായ്സ്, ഇപ്പോൾ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലൊക്കെ എത്തി. പക്ഷേ ഇവിടെ വന്നപ്പോൾ നല്ല അടിപൊളി തിരക്ക്, വണ്ടി പോലും ഇടാൻ പറ്റാത്ത രീതിയിലുള്ള തിരക്കാണ്. അപ്പോൾ ഉമ്മ ഇപ്പം ഇറങ്ങിയിട്ട് ചോദിക്കാൻ പോയേക്കുക വണ്ടി ഇടാൻ സ്ഥലമുണ്ടോ. ഉമ്മ ഇതാ വരും. സ്ഥലമില്ലെങ്കിൽ നമ്മൾ അപ്പുറത്തുകൊണ്ടേ പാർക്ക് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ കടയുടെ ഫ്രണ്ടിൽ തന്നെ പാർക്ക് ചെയ്യാമെന്നാണ് ഇവിടെ നിൽക്കുന്ന സെക്യൂരിറ്റി പറഞ്ഞത്. ഉമ്മ ഇടോ? ഞാൻ ഇടാം. ഇങ്ങനെ ബാക്ക് എടുത്തിടാനായിരുന്നു. അപ്പം ഇവിടെ നമ്മൾ വിചാരിച്ചത്ര തിരക്കൊന്നും ഇല്ല. കയറി കഴിയുമ്പോൾ അറിയാം തിരക്കുണ്ടോ ഇല്ലെന്നൊക്കെ. അടിപൊളി കഫ്താൻ. ഇത് നോക്കിയാലോ, ഈ കഫ്താൻ ഇത് കുറേ ഇപ്പം ട്രെൻഡിങ് ആയിട്ട് കാണുന്നുണ്ട്. ഇതിന്റെ ബ്ലാക്ക് ഉണ്ടോ? ബ്ലാക്ക് അല്ല, റെഡോ? ബ്ലാക്കാ ഉള്ളത് മൊത്തം. ഈ കളറാ എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഇതാ എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഇത് ഷോളും ബോട്ടം എല്ലാം ഉണ്ട്. ഷോളുണ്ട്. ഷോൾ എന്ത് ഇതാ ഷോള്? ഇത് കൊള്ളാലോ, പക്ഷെ തയ്ക്കണ്ടേ? നമുക്ക് സാധാ ചുരിദാർ നോക്കാം, എന്നിട്ട് അങ്ങനത്തെ നോക്കാം. ഷോള് വേറെ മേടിക്കണ്ടേ? ഡ്രസ്സ് എനിക്ക് തോന്നുന്നു
അങ്ങനെ ആ കഫ്താനോട് ട്രയൽ ചെയ്തിട്ട് പിന്നെ നമ്മൾ നമ്മുടെ സൽവാറും ടോപ്പും ഒക്കെ ഒന്ന് ട്രയൽ ചെയ്ത് നോക്കാന്ന് വെച്ച് മുകളിലോട്ട് പോയി. നമ്മൾ പോയ ടൈം വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ പിന്നെ അങ്ങോട്ട് നല്ല തിരക്കായി. നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ ചുരിദാർ എടുക്കാൻ നോക്കുക. കഫ്താൻ കൊളത്തിലല്ല. നമ്മൾ ലിഫ്റ്റ് കയറി കഴിഞ്ഞപ്പോഴേക്കും ഞാനങ്ങ് ക്ലോസ് ആക്കി. പുറത്തേതോ ആൾക്കാരൊക്കെ കയറാൻ വേണ്ടിയിട്ട് വന്നപ്പോഴേക്കും ലിഫ്റ്റ് ക്ലോസ് ആയി. അതിനുള്ള വഴക്കാണ് എനിക്കിപ്പോൾ കിട്ടിയത്. അങ്ങനെ പിന്നെ ഓരോന്ന് നോക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ആദ്യം നോക്കിയതൊന്നും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നോമ്പും കൂടി ആയതുകൊണ്ട് ഒട്ടും മൂടില്ലായിരുന്നു അങ്ങനെ നിന്നെടുക്കാൻ വേണ്ടിയിട്ട്. റെഡല്ല, റെഡ് പോലത്തെ. ഈ വട്ടം പെരുന്നാളിന് എന്തോ റെഡ് ഇടണം എന്ന് ഭയങ്കര ആഗ്രഹം. റെഡ് ഡ്രസ്സൊന്നും എനിക്കില്ല, അതുകൊണ്ടായിരിക്കാം. പക്ഷെ സാധാരണ ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോൾ ഫുൾ എൻ്റെ കണ്ണ് ബ്ലാക്കിനകത്തായിരിക്കും. ഈ വട്ടം മൊത്തം റെഡിനകത്തായിരുന്നു. അങ്ങനെ കൈ കിട്ടിയ ഒരു റെഡ് ഡ്രസ്സ് എന്തായാലും എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് ട്രയൽ ചെയ്ത് നോക്കാൻ വേണ്ടി. കൊള്ളാം. എൻ്റെ ഈ പച്ച കൊള്ളാവുന്ന ഞാനത് എന്തോ ഈ കളർ, ഈ ഓറഞ്ചിനെക്കാളും നല്ലത് ഈ പിങ്ക്. ഇത് കൊള്ളത്തില്ല, ഈ ഓറഞ്ച് കൊള്ളത്തില്ല. ഉമ്മയ്ക്ക് ഇതെന്താ ഇഷ്ടപ്പെടാത്തതെന്ന് ഞാനിങ്ങനെ ആലോചിച്ച് നിൽക്കുമായിരുന്നു. അതിന് ശേഷം പിന്നെ ഞാനെടുത്ത ഒരു പച്ചയും ചുമപ്പും എല്ലാം കൂടിയിട്ട് ഞാൻ ട്രയൽ ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. എനിക്ക് ഓൾമോസ്റ്റ് ഒരെണ്ണം കിട്ടി. ഇനി ഉമ്മയ്ക്കാണ്. ഉമ്മയ്ക്ക് കിട്ടിയില്ല. ബ്ലാക്ക് വേണ്ട. കുഴപ്പമില്ല, രസമുണ്ട്. അപ്പം ഞാൻ ഈ റെഡ് ഡ്രസ്സ് കിട്ടിയ സന്തോഷത്തിലാണ് ഗൈസ്. ഏതാണ്ട് ഞാൻ ഉദ്ദേശിച്ചൊരു ഐറ്റം ഇത് തന്നെ ആയിരുന്നു. പക്ഷേ എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, റെഡ് വേണോ പച്ച വേണോ. അങ്ങനെ ഗ്രീൻ കൂടി ഇട്ട് നോക്കി. ഗ്രീൻ കൂടി ഇട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ കൺഫ്യൂഷൻ ഒരു കുറവില്ലായിരുന്നു, കൂടിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം അതും എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായി. പിന്നെ ആകെയുള്ളൊരു സമാധാനം എന്ന് വെച്ചാൽ ഇത് ഉമ്മയെ കൊണ്ട് എടുപ്പിച്ചാൽ എനിക്കും മാറിയിടാലോ. അങ്ങനെ അതിൽ നിന്ന് പറഞ്ഞാൽ ഞാൻ സെലക്ട് ആക്കിയിട്ട് ഒരെണ്ണം ഉമ്മയ്ക്ക് കൊടുത്ത്. പിന്നെ നമ്മൾ കുറേ അല്ലാത്ത ഐറ്റംസ് നോക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നു. സാധാ ചുരിദാർ, നൈറ്റ് ഡ്രസ്സ്, അങ്ങനെ കുറേ സാധനങ്ങൾ. ഞങ്ങൾ പോയപ്പോൾ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ കുറച്ച് കഴിഞ്ഞിട്ട് നല്ല തിരക്കായി. അതും നിൽക്കാൻ കൂടി വയ്യായിരുന്നു. അതിൻ്റെ കൂടെ പിന്നെ നോമ്പിൻ്റെ ക്ഷീണവും ഇതെല്ലാം നിന്ന് എടുത്തപ്പോഴേക്കും ഞാൻ നല്ല സൈഡായിട്ടുണ്ടായിരുന്നു. കാരണം അത്രയ്ക്ക് ടയേർഡായി. പിന്നെ പെരുന്നാളായതുകൊണ്ട് ഡ്രസ്സ് എടുക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ പിന്നെ എടുത്തിട്ട് പിന്നെ ഏറ്റവും വലിയ ടാസ്ക് ഇവിടെ ബില്ലിംഗ് സെക്ഷനിലായിരുന്നു. കാരണം അവിടെ ആയിരുന്നു ഏറ്റവും വലിയ ക്യൂ. ഭാഗ്യത്തിന് നമ്മൾ ആ ക്യൂയിൽ നിൽക്കേണ്ടി വന്നില്ല. ഉമ്മി നേരത്തെ നിന്നുകൊണ്ട് നമുക്ക് പെട്ടെന്ന് സാധനം കിട്ടി. പിന്നെ എൻ്റെ കണ്ണുടക്കിയത് ഈ ജ്വല്ലറി സെക്ഷനിലാണ്. ഒരുപാട് നല്ല വെറൈറ്റി കളക്ഷൻസ് ഉണ്ടായിരുന്നു. മിനിമൽ ജ്വല്ലറി തൊട്ട് അങ്ങ് ബ്രൈഡൽ കളക്ഷൻസ് വരെ ഉണ്ടായിരുന്നു. ഒരുപാട് നേരം ഇവിടെ നിന്നാൽ ശരിയാവത്തില്ലെന്ന് അറിയാവുന്നതുകൊണ്ട് പിന്നെ ഒരു റിങ് എടുത്തിട്ട് അങ്ങ് ബില്ലടിക്കാൻ വേണ്ടിയിട്ട് പോയി. പിന്നെ ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ്, നമ്മൾ കയറി വരുമ്പോൾ തന്നെ നമുക്ക് ഈ ഹാൻഡ് വർക്ക് ഒക്കെ ചെയ്യുന്ന ഇങ്ങനെ ലൈവായിട്ട് കാണാൻ പറ്റും. അടിപൊളിയായിരുന്നു അത്. ഞാൻ വേറെ ഒരു ഷോപ്സിലും അങ്ങനെ കണ്ടിട്ടില്ല. പിന്നെ കുറേ ടൈം പോയത് ഈ ഒരു സെക്ഷനിലാണ്. നമ്മുടെ സാധനം എവിടെ ഇരിക്കുന്നത് നമ്മൾ കണ്ടാൽ പോലും അവരെടുത്ത് തരണമെങ്കിൽ നല്ല ടൈമാകും. കാരണം അത്രയ്ക്ക് ആളുകളുണ്ടായിരുന്നു. പിന്നെ ആ ടൈം ആയപ്പോഴേക്കും നോമ്പ് തുറക്കാനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നെ അത് പറഞ്ഞപ്പോൾ പെട്ടെന്ന് അവരെടുത്ത് നമുക്ക് സാധനം കിട്ടി. നമ്മൾ കടയിൽ നിന്ന് ഇറങ്ങിയതും ബാങ്കും കൊടുത്തു. അങ്ങനെ പിന്നെ ഷോപ്പിൻ്റെ വെളിയിൽ തന്നെ നമുക്ക് നോമ്പ് തുറക്കാനുള്ള സെറ്റപ്പ് ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ ഇരുന്ന് നോമ്പും തുറന്ന് നേരെ വീട്ടിലോട്ട് പോയി. സാധേ ഓ സ്നേഹപ്രകടനം. നമ്മളെവിടെ പോയപ്പോൾ ഹബീബുള്ള നമ്മുടെ ഒപ്പം വന്നു. ഹബീബുള്ള ആൻഡ് ബച്ചി. എടാ 10ാം ക്ലാസ്സിൽ ഫുൾ A+ കിട്ടോ? 15 A+ കിട്ടും അല്ലേ? വെരി ഗുഡ്. ഇവിടെ ഒരു +1 കാരൻ ആൻഡ് 1 10ാം ക്ലാസ്സുകാരൻ. +1 കാരന് പിന്നെ 6 A+, 10ാം ക്ലാസ്സുകാരന് 10 A+ എന്നൊക്കെയാണ് പറയുന്നത്. റിസൾട്ട് വരുമ്പോൾ കാണാം. റിസൾട്ട് വരുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു വ്ളോഗ് കാണും കേട്ടോ. ഓക്കെ അല്ലേ? വ്ളോഗ് ഇടാല്ലോ. ഹബീബുള്ള പാസ്സായോ ഇല്ലേ? നിനക്ക് ഫുൾ A+ കിട്ടും 10ാം ക്ലാസ് +1 പാസ്സായാൽ മതി. വിറ്റ് വെച്ച കഥയൊക്കെ പറ, ടീച്ചർമാരൊക്കെ കാണട്ട്. വിറ്റ് വെച്ച് പൊക്കിയ കഥയൊക്കെ പറ, കാണട്ട്. നിങ്ങളിപ്പോൾ വിചാരിക്കും ഗൈസ് ഞാൻ മാത്രമാണ് പോയി ഡ്രസ്സൊക്കെ എടുത്തത്. ഇവന്മാരുടെയൊക്കെ നേരത്തെ കഴിഞ്ഞു മതി. ഞാൻ പോയട മുതൽ കളിക്കല്ലേ മക്കളിങ്ങി താ. ഇതിപ്പോ തീരും. താ സാധേ ബാപ്പി ഇത് കാണുവാണെങ്കിൽ ഇതാണ് കേസ്. ഇതിന് വല്ല ഇത് മാറാൻ വല്ല പ്രതിവിധി ഉണ്ടെങ്കിൽ ആരെങ്കിലും കമന്റില് താമുത്തേ തന്നോ.
ഗൈസ് ഇത് മാറാൻ വേണ്ടി നിങ്ങളുടെ വീട്ടിലും ഇതേപോലത്തെ അനിയന്മാരുണ്ടെങ്കിൽ കമന്റ് ചെയ്യും. നല്ലുണ്ട്, നീ നിന്നെ പോലെ ഉണ്ട്. ഓവറാക്കി ചളവാക്കുവാ ഗൈസ്. ഞാൻ പോകും ഗൈസ്. അപ്പോൾ നമ്മൾ നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി. പക്ഷേ നല്ല കുഴഞ്ഞ് ടയേർഡായിട്ടാണ് വന്നേക്കുന്നത്. നിൽക്കെൻ്റെ മുഖം കണ്ടാൽ മനസ്സിലാവും. അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് കുഴഞ്ഞു. കാരണം തിരക്കുണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ എപ്പോഴത്തെയും പോലെ ഭയങ്കര തിരക്കില്ല, എന്നാൽ നല്ല തിരക്കുണ്ടായിരുന്നു. അത് മാത്രമല്ല നമ്മൾ അവിടെ പോയിട്ട് പിന്നെ നമ്മൾ ഉമ്മിയെടുത്താടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ പോയി ഹബിയും വച്ചയൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ അവരെയും പിക്ക് ചെയ്തുകൊണ്ടാണ് നമ്മൾ വന്നത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഇവിടെ വന്ന് ഫുഡും കഴിച്ച് ഇനിയിപ്പോൾ ഡ്രസ്സ് മാറി കിടക്കണം. അതാണ് അടുത്ത പരിപാടി. അപ്പോൾ ഈ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. പിന്നെ നമ്മുടെ ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടോന്ന് ചോദിച്ചാൽ ഞാൻ ഇഷ്ടപ്പെട്ട ഡ്രസ്സ് തന്നെയാണ് എടുത്തത്. പിന്നെ 2 ഡ്രസ്സായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടത്. ആദ്യം പോയിട്ട് ഒന്നുമില്ല ഇറങ്ങാമെന്ന് വിചാരിച്ചത്. കാരണം അത്രയ്ക്ക് തിരക്കും ഓൾമോസ്റ്റ് കളക്ഷൻസൊക്കെ തീർന്നു തുടങ്ങി. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചെന്നാൽ പിന്നെ വേറെ എവിടെയെങ്കിലും നോക്കാമെന്ന് വെച്ചിട്ട് ഇറങ്ങാൻ പോയപ്പോഴാണ് ഈ 2 ഡ്രസ്സ് കണ്ണിപ്പെട്ടത്. അപ്പോൾ ഇനി അടുത്ത് വരാൻ പോകുന്ന വ്ളോഗ് നമ്മുടെ ഈദ് വ്ളോഗായിരിക്കും. അപ്പം എല്ലാവരും ആ വ്ളോഗിന് വേണ്ടി സ്റ്റേ ട്യൂൺ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. പിന്നെ അത്രയൊക്കെ ഉള്ളൂ. ഇനി വേറൊരു പരിപാടിയില്ല. അപ്പം അത്രയൊക്കെ ഉള്ളൂ. ഓക്കെ, ബൈ.